गोरी तेरा गाँव बड़ा प्यारा मैं तो गया मारा ആക്കേ യഹാരേ. ഒരുപാട് കഴിവുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ, നന്നായി പാടുന്നവർ. ഇപ്പൊ നമ്മൾ റിയാലിറ്റി ഷോസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും ആരും ഒന്നുമല്ല അതിന് മുമ്പിൽ. നിറങ്ങളെ പാടൂ കളമിതിലെഴുതിയ ദിവ്യാനുരാഗ. ജാപ്പനീസ് പാട്ട് ഞാൻ ജപ്പാനിൽ പോയി പാടിയിട്ട് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ പാടിയിട്ടുണ്ട്. ശരി. ബോക്കുരവാ കിത്തോമാതിരു കിമിത്തോമതാ ആയിരു ഹിബിവോ. ശരിയല്ലേ ചിത്ര, ഒന്ന് പാട് എന്ന് പറഞ്ഞിട്ട് ഭരതേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോ ആളുടെ ഇതൊക്കെ പോയി. കുറെ പാടിയിട്ട് വോയിസ് മനുഷ്യനല്ലേ. ചിത്രേനെ ആദ്യമായിട്ട് ഞാൻ ഇവിടെ പാടുന്നത് വേറെ, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അതൊക്കെ ഒരു ഡ്രീമാണ്. നമ്മുടെ മനസ്സിലൊക്കെ എന്താ വെച്ചാൽ ഇവരൊക്കെ എന്താ പറയാ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവങ്ങളാണ്. ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ചിത്രന്റെ അടുത്ത് നിന്നിട്ട് അത് ഇതൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ, പേടിക്കണ്ട, മനസ്സിലായില്ലേ. തിരിച്ച് ചിത്രയുടെ കാറിൽ തന്നെ വന്ന് സ്റ്റുഡിയോയിൽ കയറി ഫസ്റ്റ് ടേക്കിൽ കഴിഞ്ഞു. സരി മപദ പരി മപദ മപദ സരി മരി സരി സനി ദദ പദ സരി ദസ പദ സമ പദ രി മപദ സരി മചല കല്ലലൂ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ഹോം സ്റ്റുഡിയോ ചെയ്ത് ഞാനാണ്. കമ്പ്യൂട്ടേഴ്സ് വന്നു തുടങ്ങിയ കാലത്ത് ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഒരു സൗണ്ട് കാർഡ് ഞാൻ അമേരിക്കയിൽ നിന്ന് എന്റെ ബ്രദർ കൊണ്ടുവന്ന്, അങ്ങനെ ആ സൗണ്ട് കാർഡിലാണ് ഞാൻ റെക്കോർഡിംഗ് തുടങ്ങിയത് വീട്ടില്. അന്ന് ഇവിടെ ചേതന സ്റ്റുഡിയോ ഒക്കെ തുടങ്ങിയ ജസ്റ്റ് അവിടെ. ഞാൻ എൻ്റെ കോളേജിൽ ഒരു കോഴ്സ് തുടങ്ങി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഓഡിയോ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട്. കേരളത്തിൽ വേറെ എവിടെയും ഗവൺമെന്റ് തലത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ IHRDയിൽ ആദ്യമായിട്ട് അത് കുറച്ച് കാലം, ഒരു 10 വർഷം അത് നല്ല രീതിയിൽ പോയി. എന്നെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്ത, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടായിരുന്നു ഫിലിപ്പ്. മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു ടോട്ടൽ മ്യൂസീഷ്യൻ ആയിരുന്നു അവിടെ. യാദ് ന ജായേ ബീതേ ദിനോ കി. എനിക്ക് പ്രിയപ്പെട്ടൊരു പാട്ടുണ്ട്, ആ പാട്ട് പാടിച്ച ആൾ പോയി, ബാലഭാസ്കർ. ആദ്യത്തെ നോട്ടത്തിൽ കുസൃതിക്കാരി, പിന്നെ ഞാൻ കേട്ടതോ വാശിക്കാരി, നേരിട്ടു കണ്ടപ്പോൾ കുറുമ്പുകാരി, അടുത്തു ഞാൻ അറിഞ്ഞപ്പോൾ തൊട്ടാവാടി, അഴകേ മിഴിയഴകേ. നിങ്ങൾ ഹിന്ദി പാടുന്ന സമയത്ത് ഹിന്ദിക്കാരൻ പാടുന്ന പോലെ തന്നെയാണ് ഫീൽ ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഭാഷയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന, എല്ലാ കുറെ ഭാഷകൾ അറിയുമെന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം. അതിനൊരു വഴക്കമുണ്ടല്ലോ, പാടി ഉണ്ടായതാണോ, അഡിക്ഷൻ ശ്രദ്ധിച്ചിട്ട്? അതാണ് നമ്മളത് ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, നമ്മുടെ കാരണം നമുക്ക് നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളത്തിന്റെ ഒരു സ്ലാങ് വരാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അതില്ലാതെ ആക്കണമെങ്കിൽ നമ്മൾ ആ ഭാഷയുടെ പാട്ട് പാടുന്ന എങ്ങനെയാണ് ഓരോ വാക്കും പ്രൊനൗൺസ് ചെയ്യണമെന്നുള്ളത് കേട്ട് അത് ശ്രദ്ധിച്ച്, അതൊരു കഴിവാണ്. ഈ പാട്ട് പാടോ ഗോരിത്തര? ഓ ഓ गोरी तेरा गाँव बड़ा प्यारा मैं तो गया मारा आके यहाँ रे उस पर रूप तेरा सादा चंद्रमा जुवादा आधा जवारे. ഈ ദാസേട്ടൻ പാടിയ ഹിന്ദി പാട്ടുകളുണ്ടല്ലോ, അത് ജെംസ് ആണ്. കാരണം അതിന്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പാട്ടുകൾ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. റഫീ സാബിന് പോലും, അല്ലെങ്കിൽ അവർക്ക് പോലും അങ്ങനത്തെ പാട്ടുകൾ, ഇപ്പൊ ധീരെ ധീരെ സുബഹ് ഹുയി, അതുപോലെ ചാന്ദ് അക്കേലാ ജായേ സഖി രേ കാഹെ ചാന്ദ് അക്കേലാ ജായേ സഖി രേ मन मोरा घबराए रे सखी रे ओ
സഖി രേ കാഹെ ചാന്ദ് അകേലാ. അമിതാഭ് ബച്ചന് വേണ്ടി പാടിയ പാട്ടാ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജയദേവന്റെ പാട്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ അത് പറഞ്ഞു അതിനൊക്കെ നാഷണൽ അവാർഡ്. ചേട്ടന് ഹിന്ദി പാട്ട് പാടിയിട്ടാണ് നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? തമിഴില് പാടിയുണ്ടോ? തമിഴില് പാടി ഒരു പാട്ടേ പാടിയിട്ടുള്ളൂ. അത് സിനിമ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഇളയരാജയുടെ പാട്ട് പാടിയുണ്ട് അല്ലേ? അത് മലയാളത്തിലാണ്. അത് മറ്റേ ചിത്രയുടെ കൂടെ ഒരു അത് രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. കാരണം ജോണി സാഗരികയില്ലേ, ജോണി സാഗരികയാണ് ഈ പാട്ട് പാടാൻ, ഈ മഞ്ജീരധ്വനി എന്ന് പറഞ്ഞ സിനിമയിൽ, ഭരതേട്ടൻ്റെ സിനിമയാണ്, അതിൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഞാനും ബിജു നാരായണനും കൂടിയിട്ട് മദ്രാസിൽ പോയി ഞങ്ങളവിടെ ഒരു ഹോട്ടലിൽ താമസിച്ച് ഈ പാട്ടിൻ്റെ സ്പൂള് മറ്റേ അതിൻ്റെ ട്രാക്ക് കിട്ടാൻ വേണ്ടി ഇളയരാജയുടെ ഇതിനു വേണ്ടി കുറേ ദിവസം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഈ സംഭവം നടക്കുന്നില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവസാനം ഭരതേട്ടൻ വന്ന് അവിടെ ഒരു സ്റ്റുഡിയോ, അതിന്റെ ട്രാക്ക് എന്താ പറയാ, ഇത് ഓൾറെഡി തെലുങ്കിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിന്റെ മലയാളം വെർഷനാണ് ഈ മഞ്ജീരധ്വനി എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ വിനീതൊക്കെ അഭിനയിച്ചു, വിനീതും സാക്ഷി ശിവാൻ. അപ്പൊ അതിന്റെ മലയാളം വെർഷനാണ്, MD രാജേന്ദ്രനാണ് വരി. അപ്പൊ അത് പാടാൻ വേണ്ടി അവിടെ എത്തി. അങ്ങനെ സ്റ്റുഡിയോയില് ചെന്നപ്പോ ഇളയരാജ അല്ല അവിടെ, ഭരതേട്ടനാണുള്ളത്. ഭരതേട്ടൻ പാട്ട് പഠിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടറുടെ റോള്. അപ്പൊ എന്റെ ഭാഗം ഞാൻ പാടി. മറ്റേ ഒരു വല്ലാത്തൊരു പാട്ട് അല്ലേ രാജയുടെ ഒരു ടിപ്പിക്കൽ അന്നത്തെ കാലത്തൊരു താനനാ താനനാനി താനാരി താരി 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 തേരി തരര തരര ഡിരിരി ടിരിരി തരര 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 തരരാരി എന്ന് പറഞ്ഞിട്ടൊരു വല്ലാത്ത സോങ് ആയിരുന്നു സാധനം. അപ്പം അതിൽ എൻ്റെ പോർഷൻ ഞാൻ പാടി. അതുകൊണ്ട് ചിത്രയുടെ പോർഷൻ അവിടെ പാടാൻ വേണ്ടി വന്നപ്പോൾ അതിങ്ങനെ ഈ ഇങ്ങനത്തെ ഋതത്തിലാണ്. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്തിട്ടും ചിത്രയ്ക്ക് അത് പാടാൻ പറ്റുന്നില്ല. കാരണം അതെന്തോ അതിൻ്റെ ഒരു ഇങ്ങനത്തെ താളമാണ്. പിന്നെ അത് കൂടെ ആ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ കറക്റ്റായിട്ട് ശരിയാവാത്തതുകൊണ്ട് ശരിയല്ല ചിത്ര ഒന്ന് പാട് എന്ന് പറഞ്ഞിട്ട് ഭരതേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കഴിഞ്ഞപ്പോൾ ആളുടെ ഇതൊക്കെ പോയി. കുറെ പാടിയിട്ട് വോയിസ് മനുഷ്യനല്ലേ, കുറെ കഴിഞ്ഞപ്പോൾ ചിത്രയ്ക്ക് പാടാൻ പറ്റുന്നത്. അപ്പൊ ഞാനിങ്ങനെ അവിടെ കൺസോളിലിരുന്ന് ഇങ്ങനെ കാണുക. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിത്രേനെ ആദ്യമായിട്ട് ഞാൻ ഇവിടെ പാടുന്നത് വേറെ, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഡ്രീമാണ്. അപ്പൊ ഞാനിങ്ങനെ ആരാധനയോട് കൂടി ഇരിക്കും. ഞാൻ എൻ്റെ ഐഡിയൽ എന്തെങ്ങനെ അങ്ങനെ പാടി കുറച്ച് കഴിഞ്ഞപ്പോൾ പാടാൻ പറ്റാണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിലൊക്കെ എന്താ വെച്ചാൽ ഇവരൊക്കെ എന്താ പറയാ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവങ്ങളാണ്. ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പൊ ഒരാളിങ്ങനെ പാടുന്നു, കുറച്ച് കഴിയുമ്പോൾ പാടാൻ പറ്റാണ്ട് ചിത്രൻ്റെ അടുത്ത് നിന്നൊരു അത് ഇതൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ, പേടിക്കണ്ട, മനസ്സിലായില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ ഭരത സ്റ്റോപ്പ്, നമുക്ക് ഇവിടെ നിർത്താം എന്ന് പറഞ്ഞു. അത് ഞാൻ മനസ്സിലായി, ആൾക്ക് ചിത്രയ്ക്ക് മനസ്സിലായി ഞാനിത് ആകെ സ്റ്റണ്ടായിട്ടിരിക്കണത്. അപ്പോൾ പറഞ്ഞു എവിടെ താമസിക്കണം? അപ്പം ഞാൻ ഹോട്ടലിൽ. അപ്പോൾ ഇനി എന്താ പരിപാടി, ഭക്ഷണം കഴിക്കണ്ടേ? ഹോട്ടലിൽ നിന്ന് ഇവിടെ അല്ല എൻ്റെ കൂടെ വരൂ എന്നുള്ള ആളുടെ കൂടെ കൊണ്ടുപോയി ആളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. പിന്നെയും ഒരു അടി. ഇപ്പൊ ഞാൻ തൈരൊക്കെ കൂട്ടി കഴിക്കുന്നു. തൈര് കഴിക്കാൻ പാടോ? പിന്നെന്താ, തൈര് കഴിക്കാലോ. അപ്പൊ ഇങ്ങനെ കുറെ തെറ്റിദ്ധാരണകൾ നമ്മുടെ ഉള്ളിലേ. തൈര് കഴിക്കാൻ പാടില്ല. അപ്പൊ എനിക്ക് തൈരില്ലാണ്ട് കഴിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ചിത്രയുടെ കാറിൽ തന്നെ വന്ന് സ്റ്റുഡിയോയിൽ കയറി ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞു. അപ്പൊ ആള് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതൊരു ലെസണായിരുന്നു. ഇങ്ങനെ നമ്മളൊരു പോയിന്റിൽ നമുക്ക് ചില സമയത്ത് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അതന്നെ നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ശരിയാവില്ല. അതൊരു മെന്റൽ ബ്ലോക്ക് വരും. കാരണം മനസ്സെന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ്, പാട്ടുകാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മനസ്സ് ഫ്രീ അല്ലെങ്കിൽ നമുക്ക് പാട്ട് പറ്റില്ല. അപ്പൊ അതൊരു ഒരു ലെസണായിരുന്നു സത്യം. അങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്താ, പാടാൻ പറ്റാണ്ടിരുന്നിട്ടുണ്ടോ? പാടാൻ പറ്റാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഈ സന്ദീപ് ചൗട്ടയുടെ റെക്കോർഡിങ്ങിന് ഞാൻ പോയപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മറ്റേ യേശുദാസിന്റെ പാട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ആ വോയിസ് ആണല്ലോ. പുള്ളി പറഞ്ഞു എനിക്ക് ഈ വോയിസ് ഒന്നും വേണ്ടെന്നു. അപ്പൊ ഞാൻ അപ്പൊ പുള്ളി പറഞ്ഞു ഇത് ശരിയാവില്ല, എങ്ങനെ പാടിയത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയല്ല, തനിക്ക് പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെ പറ്റും, ഞാൻ അങ്ങനെ പറ്റുന്നു, എനിക്ക് പറ്റും, താ നോക്കുന്നു കൊണ്ട് ആള് അവിടുന്ന് പോയി. ഞാനും MR സണ്ണി എന്ന് പറഞ്ഞ സൗണ്ട് എഞ്ചിനീയറും കൂടിയിട്ട് പുള്ളി ഞാനും കൂടി പറ്റി. പിന്നെ അവസാനം ഞാൻ അത് പാടി കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പറ്റുന്നുള്ളൂ, എനിക്കറിയാമായിരുന്നു.
അപ്പൊ അങ്ങനെയുള്ള ചില സമയത്ത് നമുക്ക് നമുക്ക് പറ്റുമോ എന്നുള്ള ഡൗട്ടൊക്കെ വരാം. പക്ഷെ നമ്മളെ തന്നെ എന്താ പറയാ അങ്ങനെ ഡിസ്കവറിയാണ് ശരിക്കും. നമ്മൾ അങ്ങനെയുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ കിട്ടണം. ഇപ്പം ഞാൻ അയാൾ ഹിന്ദി പാട്ടുകാരൻ, അയാൾക്ക് അങ്ങനെ നമ്മളെ എന്താ പറയാ ഒഴിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ വേണ്ടെന്ന് വെച്ച ആൾക്കാരുണ്ടായിരിക്കാം. ഞാൻ ഹിന്ദി പാട്ട് പാടി മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ തോന്നിയിട്ടില്ല. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാ ടൈപ്പും പാട്ട് പാടുന്ന ഒരാളാണ്. അടിപൊളി പാട്ട്, മറ്റേ ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ്, ജാപ്പനീസ് എല്ലാം പാടിയിട്ടുണ്ട്. ജാപ്പനീസ് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല, ലിറിക്സ് ഒക്കെ നോക്കിയിട്ട് പാടിത്തരും. ജാപ്പനീസ് പാട്ട് ഞാൻ ജപ്പാനിൽ പോയി പാടിയിട്ട് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ പാടിയിട്ടുണ്ട് ഈ പാട്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു കുറച്ച് 2013 ഞാൻ ടോക്കിയോയിൽ പോയിരുന്നു. ഈ ഷിപ്പിന്റെ പരിപാടി പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 3 പ്രാവശ്യം ജപ്പാനിൽ പോയിട്ടുണ്ട്, അതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള നിലയ്ക്ക്. പിന്നെ ഞങ്ങളുടെ റീയൂണിയൻ വേൾഡ് മറ്റേ എന്താ പറയാ അലുമിനി ഇത് വരാറുണ്ട് പ്രോഗ്രാംസ്. അപ്പൊ അതില് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഈ പഴയ ഷിപ്പിലെ ആൾക്കാർ, പിന്നെ അവിടെ നിന്ന് കുറെ പ്രോഗ്രാംസ് നടന്നുണ്ട് ഷിപ്പിന്റെ. അപ്പൊ ഈ പഴയ ആൾക്കാരും പുതിയ ആൾക്കാരൊക്കെ കൂടി ഗ്ലോബൽ അസംബ്ലി എന്ന് പറഞ്ഞിട്ട് ഓരോ രാജ്യത്തിൽ ഇത് നടക്കും. അപ്പോൾ അത് അതിന്റെ ഭാഗമായിട്ട് UAE, പിന്നെ ഒമാൻ, പിന്നെ റഷ്യയിൽ പോയി, അങ്ങനെ ജപ്പാനിൽ 2-3 തവണ പോയിരുന്നു. അപ്പം അവിടെ പോയിട്ട് ഈ പാട്ട് അവിടെ നിന്ന് ഞാൻ പഠിച്ചു. അവിടെ ഒരു തവണ 2003 ഞാൻ ജപ്പാനിൽ പോയപ്പോൾ ഇതേപോലെ ഒരു ഹോം സ്റ്റേ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു ഫാമിലി എനിക്ക് ഈ പാട്ട് അവരുടെ വീട്ടിൽ താമസിച്ചത്. ആ ഫാമിലി പഠിപ്പിച്ചെന്നൊരു പാട്ടാണ്, സാക്കൂറ എന്ന് പറഞ്ഞിട്ട്. ബോകൂരവാ കിത്തോമാതിരു കിമിത്തോമതായിരു ഹിബിവോ സക്കുറാനമി കിനോമിച്ചിനോ ഉവേദേ തേവഹുരി സക്കെബൂയോ ദോ ഉംനനി കുരുഷീതോ കിമോ കിമിവാവാതെ ഹിരുകരാ കുജികെ സോനി നാരിക കെത്തേമോ ഗംബരരു കിഗ. അങ്ങനെയാണ് പാട്ട്. അപ്പൊ ഇത് അവര് പഠിപ്പിച്ചെന്നാണ്. അത് ഞാൻ പഠിച്ച് അത് അവിടെ പോയി ഈ പറഞ്ഞ പോലെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ എല്ലാ രാജ്യത്തിന്റെ ആൾക്കാരും ഒക്കെ ഇരിക്കുന്ന സമയത്ത് പാടി. ഈ ഭാഷ ഉണ്ടല്ലോ, തമിഴ് പാട്ടുകൾ കേൾക്കുമ്പോ അല്ലെങ്കിൽ ഹിന്ദി, ഉറുദു സാധനങ്ങളൊക്കെ കേൾക്കുമ്പോഴേ അതിലൊരു എന്താ പറയാ പോയിറ്റിക് എലമെന്റ് ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഭാഷ ഭയങ്കര ഭംഗിയായിട്ട് പാട്ടുകളിൽ മാത്രമല്ല സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഹിന്ദിയും തമിഴും ഒക്കെ പോയിറ്റിക് അല്ലേ കുറെ കൂടെ? എക്സാക്ട്ലി. കാരണം ഞാൻ തെലുങ്കു അങ്ങനെ തന്നെയാണ്. ആണല്ലേ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്. അപ്പൊ എനിക്ക് അത് പാട്ടുകൾ പഠിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കൂടുതലും അങ്ങനത്തെ ഒരു വളരെ എന്താ പറയാ നമുക്ക് പാട്ട് പാടാൻ പറ്റുന്ന ഒരു ഭാഷയാണ്. നമ്മൾ നോക്കിയാൽ കഴിഞ്ഞാൽ ക്ലാസിക്കൽ മ്യൂസിക്കിൽ അധികം പാട്ടുകളും ത്യാഗരാജ കീർത്തനങ്ങളെല്ലാം തെലുങ്കില് കൂടുതലുള്ളത്. അതൊക്കെ പാടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഭാഷയാണ്. ഈ കച്ചേരികൾ ചെയ്തിട്ടുണ്ടോ? കച്ചേരി ഞാൻ അരങ്ങേറ്റം ചെയ്തിട്ടുണ്ട്. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം എന്നെ പഠിപ്പിച്ചത് ഗോപാല ഭാഗവതരാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പാടുന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക ആദ്യം നമ്മുടെ ടീച്ചർ പഠിപ്പിച്ച് കുറച്ചു കാലം ഉണ്ടായിരുന്നല്ലോ ടീച്ചർ പഠിപ്പിച്ച്, പിന്നെ അതിൻ്റെ കൂടുതൽ കാലം ഞാൻ പഠിച്ചിരിക്കുന്നത് ഗോപാലൻ ഭാഗവതരുടെ അടുത്താണ് ക്ലാസിക്കൽ പഠിപ്പിച്ചിരിക്കുന്നത്. മാഷൊക്കെ പോയി എത്രയോ വർഷം മുമ്പ്. പക്ഷെ മാഷ് ആണ് ആ ഒരു ക്ലാസിക്കൽ ബേസ് ഉണ്ടാക്കിയത്. ഒരുപാട് കാലമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ അതിനുശേഷം ഈ പറഞ്ഞ പോലെ പലരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കോയമ്പത്തൂർ കണ്ണൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ അടുത്ത് പഠിച്ചു കുറച്ചു കാലം, 1 കൊല്ലം. പിന്നെ ആന്ധ്രയിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞില്ലേ ബ്ലൈൻഡ് സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പഠിച്ചു. പിന്നെ തിരുപ്പതി രാമാനുജ സൂര്യകാരും. പിന്നെ എൻ്റെ എന്താ പറയുക പിന്നെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ തിരിച്ചിവിടെ വന്നപ്പോൾ ഈ ജോലിയും ഒക്കെ ആയിട്ടുള്ള വെച്ചാൽ അടുത്ത കാലത്ത് കുറച്ചു കാലം മുമ്പ് സി രാജേന്ദ്രൻ മാസ്റ്ററുടെ അടുത്ത് കുറേ കാലം പോയിരുന്നു. കുറച്ച് 2-3 കൊല്ലം പോയി. പിന്നെ ദൂരവും പിന്നെ ഹെൽത്തും ഒക്കെ അങ്ങോട്ട് അവിടെ മാഷ് താമസിക്കണം, അവിടെ പോകണം. കുറച്ചു കാലമൊക്കെ ഞാൻ മാസ്റ്റർ അടുത്ത് പഠിച്ചു. അപ്പൊ അങ്ങനെയുള്ള ബ്രേക്ക് ചെയ്തിട്ടുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു കച്ചേരി നടത്തുന്ന ലെവലിലേക്കൊന്നും ഞാൻ ആയിട്ടില്ല. അപ്പൊ അതിനെ ഒരു ബേസ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് എന്തെങ്കിലും വേണമല്ലോ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പാട്ടുകൾ അല്ലെങ്കിൽ കുറച്ച് കീർത്തനങ്ങളും രാഗം ആലപിക്കാനും. കീർത്തനം പാടാമോ?
സാലകല്ലലാടു കൊന്ന ചാലകല്ലലാടു കൊന്ന ചാലകല്ലലാടു കൊന്ന ചാലകല്ലലാടു കൊന്ന ചാലകല്ലലാടു കൊന്ന ചാലകല്ലലാടു കൊന്ന സൗഖ്യമേ മിറ ചാലകല്ലലാടു കൊന്ന സൗഖ്യമേ മിറ ചാലകല്ലലാടു കൊന്ന സൗഖ്യമേ മിറ. కాలము పోవు మాట నిలుచును కాలము పోవు మాట నిలుచును కాలము పోవు మాట నిలుచును కాలము పోవు మాట నిలుచును కళ్యాణ రాగమా నాతో కళ్యాణ రాగమా నాతో స స స ద ద ప ప మ గ రి రి స రి ద స సరి మ ప ద ప రి మ ప ద మ ప ద సరి మ గ రి సరి సరి ద ద ప ద స సరి ద స ప ద స మ ప ద రి మ ప ద స సరి మ చలకల్లలాడు కొన్న సౌఖ్యమే మిర చలకల్లలాడు కొన్న సౌఖ్యమే మిర. ഈ ടെക്നോളജീൻ്റെ ഒരു സൗകര്യം ഉണ്ടല്ലോ. അപ്പൊ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റുഡിയോയിലേക്ക് പോയ ഒരു കഥ ഒക്കെ നമുക്ക് മുമ്പത്തെ കാലത്ത് ഇപ്പൊ നമുക്കൊരു പാട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം സ്റ്റുഡിയോയിൽ ചെയ്യാം. ആളുകളുടെ മുമ്പിൽ എത്തിക്കാനും ഒരു പാടുമില്ല. അത്രയും ഓപ്പർച്യൂണിറ്റി എന്താ പറയാ ഡിജിറ്റൽ സ്പേസിൽ നമുക്ക് നമ്മളെ സ്വയം എക്സ്പ്രസ് ചെയ്യാനും അവതരിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അത്രയും ധാരാളം ആളുകൾ അത് ചെയ്യുന്നുണ്ട്. ഗംഭീരമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് അത് സക്സസ് ആവുന്നുമുണ്ട്. അപ്പൊ ഈ ടെക്നോളജിയുടെ മാറ്റം ഇപ്പൊ നമുക്കൊരു ഇൻസ്ട്രുമെന്റ് ഒന്നും വേണമെന്നില്ല. വേണമെങ്കിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് വേണ്ട, ഒക്കെ നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും. ഈ ഒരു മാറ്റത്തിനെ എങ്ങനെയാ കാണുന്നത്? കാലത്തിനനുസരിച്ചുള്ള മാറ്റം എന്തായാലും ഉണ്ടാവും. നമ്മൾ അല്ലാതെ ടെക്നോളജി അല്ലെങ്കിൽ ലോകം മാറുന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്ന മാറ്റം സംഗീതത്തിലും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അനലോഗിൽ നിന്ന് ഡിജിറ്റലായിട്ടുള്ള ഒരു കൺവേർഷനും പിന്നെ ഡിജിറ്റലിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും. ഇപ്പം ഡിജിറ്റലിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളല്ലേ ആദ്യം ഡാറ്റ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് റെക്കോർഡിങ് കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്കിലേക്കായി. ഇപ്പോൾ ഹാർഡ് ഡിസ്കും പോയി, ഇപ്പോൾ ഡിസ്ക് എന്ന് പറഞ്ഞ സംഭവം തന്നെയില്ല, എല്ലാം മറ്റേ സെമി കണ്ടക്ടർ മെമ്മറിയിലാണ്. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ തന്നെ ഇപ്പോൾ ചെറുതായി ഇപ്പോൾ അവിടെ ഇരിക്കുന്ന മാക്ക് മിനി M4 എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സാധനം. അതിൽ ഒന്നുമില്ല, അതിൽ ഒരു മൂവിങ് പാർട്സ് ഒന്നുമില്ല, സാധനത്തിനുള്ളിൽ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി അതാണ്. അപ്പോൾ അത്രയും ചെറുതായി. ഇപ്പോൾ എൻ്റെ നേരത്തെ കമ്പ്യൂട്ടർ ഇത്ര വലിയൊരു കമ്പ്യൂട്ടറായിരുന്നു, അത് പോയിട്ട് ഇത് അത്ര ഉള്ളംകൈയിൽ കൊള്ളാവുന്ന രീതിയിലുള്ള സാധനമായി. അതിനേക്കാളും പവർഫുള്ളാണ് താനും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലിരുന്നൊരു സൗണ്ട് കാർഡും ഒരു കമ്പ്യൂട്ടറും ഒരു മൈക്രോഫോണും ഉണ്ടെങ്കിൽ നമുക്ക് പാട്ടുകൾ റെക്കോർഡ് ചെയ്യാം, വീഡിയോ നമുക്ക് ചെയ്യാം, നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ വീഡിയോ ചെയ്യാം, പാട്ട് റെക്കോർഡ് ചെയ്യാം. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ആയിട്ട് ലോകത്തിൻ്റെ എവിടെയുള്ള ആൾക്കാരെയും നമുക്ക് കേൾപ്പിക്കാം. അവർക്ക് നമ്മളറിയാനും നമ്മളായിട്ട് കോൺവേഴ്സ്. പിന്നെ ഡിസ്റ്റൻസ് കുറഞ്ഞു. ഇപ്പോൾ ഒരു സംഗീത സംവിധായകനെ നമ്മൾ പണ്ട് കാസറ്റ് കൊണ്ടുപോയി കൊടുത്ത് അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് അവരുടെ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഞാനിവിടെ ഉണ്ട് എന്നുള്ള അറിയിക്കാൻ ഇപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അങ്ങനെ വേണമെന്നുള്ള ആൾക്കാർക്ക് നമുക്ക് പെട്ടെന്ന് നമ്മൾക്ക് അറിയിക്കാൻ പറ്റും.
പക്ഷെ അത് ഒരു കാര്യം കൊണ്ട് ഷോർട്ട് ടേം കൊണ്ടാണ്, കാരണം ഇതേപോലെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതാണ്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കഴിവുള്ള കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോൾ, നന്നായി പാടുന്നവർ. ഇപ്പൊ നമ്മൾ റിയാലിറ്റി ഷോസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്നും ഒന്നുമല്ല അതിന് മുമ്പില്ല. കാരണം അങ്ങനെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ പാടുന്ന കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് ഇപ്പോൾ ഇന്ത്യൻ ഐഡലിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ റിയാലിറ്റി ഏഷ്യാനെറ്റിലോ ഒക്കെ വരുന്ന റിയാലിറ്റി ഷോസിൽ പാടുന്ന കുട്ടികളൊക്കെ ഞങ്ങളെക്കാളൊക്കെ എത്രയോ കഴിവുള്ള കുട്ടികളാണ്. അവരൊക്കെ ഈ ആ ഷോന്റെ സ്വഭാവത്തിന് മാറ്റം വന്നതായിട്ട് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ആളെന്നുള്ള രീതിയിലും കൂടി ചോദിക്കാൻ ഞാൻ, ആ റിയാലിറ്റി ഷോ എന്നുള്ള കൺസെപ്റ്റിലെ മാറി 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 വന്നിട്ട് ഇപ്പോ ഇതൊരു ഷോ ബിസിനസ്സും കൂടിയാണല്ലോ. അപ്പൊ അതിൽ വന്നിട്ടുള്ളൊരു അത് വരുമല്ലോ, നാച്ചുറലി വരും. ഇപ്പൊ ഞങ്ങളൊക്കെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു കുറ്റി പോലെ അടിച്ചെന്ന് പാടുന്നു, അവിടെ ഒരാൾ ജഡ്ജ് ചെയ്യുന്നു പോകുന്നു, അത് ആ ജഡ്ജും നമ്മളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ പറഞ്ഞ പോലെ സംസാരിച്ചു ചോദിച്ചില്ല, എവിടെ സംസാരിക്കാൻ എവിടെ അവസരം. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് ജഡ്ജ് സ്റ്റേജിൽ കയറുന്നു, കുട്ടികളുടെ കൂടെ പാടുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാടുന്ന സമയത്ത് തന്നെ കമന്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് ആണ്. അന്ന് അങ്ങനെ ഇന്ററാക്ഷൻ ഒന്നും ഉണ്ടില്ല നമുക്ക്. ഇന്ന് എല്ലാ ഷോസും റിയാലിറ്റി ഷോസും വളരെ ഇന്ററാക്റ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ അതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ സ്റ്റേജ്ഡും ആണ്. ഇപ്പം നമ്മൾ കാണുന്നതല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ മാനിപ്പുലേറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ റിയാലിറ്റി എത്രയാണ് എന്നുള്ളത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ആ സമയത്ത്. പിന്നെ അതിനൊന്നും ആവശ്യമില്ല. എവറിത്തിങ് നമ്മൾ എന്താണോ നമ്മൾ എങ്ങനെ നമ്മളൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഓഡിയൻസ് കാണുന്ന ആൾക്കാരോ കേൾക്കുന്ന ആൾക്കാർ, അപ്പോൾ അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളുടെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ശ്രുതി പോയി അല്ലെങ്കിൽ അവിടെ തെറ്റിപ്പോയി അങ്ങനെയൊന്നും വരാത്ത രീതിയിൽ അതിനൊക്കെ എഡിറ്റ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്തിട്ട് കേൾക്കുന്ന ആൾക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കേൾപ്പിക്കുക എന്നുള്ള അതാണ് ഇപ്പോഴത്തെ ഒരു ഇതിൻ്റെ ഈ മീഡിയയുടെ ഒരു ഉദ്ദേശം. അപ്പോൾ അത് നടക്കുന്നുണ്ട്. ഈ ഓഡിയൻസേ എത്രത്തോളം പ്രധാനമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്? ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ പെർഫോം ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരുന്ന ആളുകളുണ്ട്. പണത്തിൻ്റെ ഒരു വരുമാനം എന്നുള്ളതൊരു വേറെ വശം. പക്ഷെ പെർഫോം ചെയ്യാൻ വേദികളില്ലാതാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനസ്താപം ഉണ്ടല്ലോ. ഈ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് അവർ കേൾക്കുന്നു, അത് നമ്മുടെ സ്വയം പെർഫോമൻസിനെക്കാട്ടിലും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അത് കേൾക്കുക എന്ന് മാത്രമല്ല പലരുടെയും ഉപജീവനമാണത്. അപ്പോൾ ഞാനൊക്കെ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് അത്ര അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഒരു ഓഡിയൻസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരുടെയും ഉപജീവന മാർഗം തന്നെ നഷ്ടപ്പെടുകയാണ്. കാരണം ഒരു ഓഡിയൻസ് ആണ് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് അവർക്ക് അത് എന്തെങ്കിലും കിട്ടുന്നത്, ജീവിക്കാൻ വേണ്ടി വല്ലതും കിട്ടുന്നത്. അപ്പോൾ ആ കാലത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അത് ഇൻ ടേംസ് ഓഫ് നമ്മുടെ ലൈവ്ലിഹുഡ് മാത്രമല്ല, നമുക്കെപ്പോഴും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു കുറേ പേര് നമ്മളെ എൻകറേജ് ചെയ്യുന്നു ലൈവായിട്ട്. നമ്മളിപ്പോൾ ഈ TV ഇതിൽ നെറ്റിൽ പാടിയിട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവിടെ ഒരു ഇൻട്രാക്ഷൻ ഒന്നും നടക്കുന്നില്ല. ഒരു ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ മുമ്പിൽ പോയിരുന്ന് പാടുന്നു, അവർ ക്ലാപ്പ് ചെയ്യുന്നു, അവർ പ്രോത്സാഹിപ്പിക്കുന്നു, അടുത്ത പാട്ട് ഇത് പാടുന്നു പറയുന്നു, അല്ലെങ്കിൽ അത് പാടുന്നു പറയുന്നു. അതൊരു വേറെ അനുഭവം തന്നെയാണ്. ഈ ഗാനമേളകൾക്ക് ഒരുപാട് പാടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ പക്ഷെ ഗാനമേളന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്, വലിയ ബിഗ് ഷോസ് ആയി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കാലവും ഈ ഓഡിയൻസിന്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ള വ്യത്യാസം എന്താ തോന്നിയിട്ടുള്ള കാലത്തിന്റെ? അല്ല, വ്യത്യാസം ഇപ്പൊ കുറച്ചും കൂടിയും പറഞ്ഞ പോലെ ക്രൗഡ് കുറച്ചും കൂടിയും റിയാക്റ്റീവ് ആണ്. പണ്ടത്തെ പോലെ അങ്ങനെ ഇരുന്ന് കേൾക്കുന്നല്ല. അവരെല്ലാവരും ഭയങ്കര എന്താ പറയാ, അവരെങ്ങോട്ട് ആവശ്യപ്പെടും, അല്ലെങ്കിൽ ക്രൗഡിനെ കൊണ്ട് പാടിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പണ്ടില്ല. പണ്ട് കുറച്ചും കൂടി ഡിസിപ്ലിൻ. ഇപ്പൊ അങ്ങനെ ഒരു ഇതില്ല. കുറച്ചും കൂടി അൺഒഫീഷ്യൽ ലെവലിലുള്ള എന്താ പറയുക ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ പ്രശ്നങ്ങളും കാണുന്നുണ്ട്. നമ്മളിപ്പോ ഓരോ ദിവസം പലതും കാണുന്നില്ലേ, നാരായണന്റെ കേസും അങ്ങനത്തെയൊക്കെ. അപ്പൊ അന്ന് കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആയിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി ആൾക്കാർ എന്താ പറയാ കുറച്ചുകൂടി ഭ്രാന്ത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ടുണ്ട്. അത് പണ്ടും ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ അങ്ങനെ അത്ര ഉണ്ടായിരുന്നില്ല. വെസ്റ്റേൺ മ്യൂസിക് ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ അത് അതിന്റെ വ്യത്യാസം എന്ന് പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പണ്ട് ആൾക്കാർ ജസ്റ്റ് അവിടെ ഇരുന്ന് കേട്ട് പോവും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കുറേയും കൂടി ഇൻറ്ററാക്ട് ചെയ്യും. നമ്മളും അതിൻ്റെ അവരുടെ പൾസ് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു പ്ലാൻ ചെയ്തിട്ട് പോകാൻ പറ്റില്ല. ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും പാടേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട്. അതെ. നമ്മുടെ സംഗീത ആസ്വാദകരെ സംബന്ധിച്ച് സിനിമാ പാട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ കേട്ടു തുടങ്ങുന്ന ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് സിനിമാ പാട്ടുകൾ തന്നെയാണ് അവരുടെ സംഗീത ബോധത്തെ നിശ്ചയിച്ചിട്ടുള്ളതെന്ന് പറയാം. ഈ രവീന്ദ്ര മാഷൊക്കെ ആയിട്ട് ഇത്രയും ആത്മബന്ധമുള്ള ഒരാൾ എന്നുള്ളത്, രവീന്ദ്ര മാഷിന്റെ ഒക്കെ പാട്ടുകളില് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള പാട്ടുകൾ ഏതൊക്കെയാ? മാസ്റ്റർ പാട്ടുകൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, മാസ്റ്റർ പാട്ട് പാടിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. മറ്റേ
ആകാശനീലിമയും അതൊക്കെ അന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പം അന്ന് മുതലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ പാട്ടുകളോട് ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ പുഴയവരഴകുള്ള പെണ്ണ്, ആ പാട്ടുകളൊക്കെ വന്ന സമയത്താണ്. അപ്പോൾ അതൊക്കെ കോളേജിൽ നമ്മൾ കേൾക്കുന്നു. അതുപോലെ ഏഴുസ്വരങ്ങൾ. അപ്പോൾ ഈ മാഷെ നേരിട്ട് കാണാൻ പറ്റുന്നത് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. മാഷെ നേരിട്ട് കാണുമല്ല, മാഷെ നേരെ മുമ്പിൽ താമസിക്കും, മാഷെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും ആ ഒരു ഡ്രീം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവങ്ങളാണ് നടന്നത്. മാഷെ പാട്ടുകളും പാടുക, ഒരുപാട് പാട്ടുകൾ പാടുക, നമ്മളെ എൻകറേജ് ചെയ്യുക, അതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഗായകന് കിട്ടാവുന്നേക്കാളും ഏറ്റവും ഇനി ആർക്കും കിട്ടില്ല. കാരണം അവരൊക്കെ പോയി, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് പാട്ടുകൾ നമുക്ക് മാഷ് പാടാൻ പറ്റി. അല്ലെങ്കിൽ മാഷുമായിട്ട് മാഷ പ്രോഗ്രാംസ് ചെയ്യാൻ പാടിയിട്ടുണ്ട്, കുറെ പരിപാടികൾ പാടിയിട്ടുണ്ട്. അവിടെയുള്ള സമയത്താ അല്ല ഇവിടെ പിന്നെ ശേഷം മാഷ് തിരുവനന്തപുരത്തും അതേപോലെ തന്നെ ബാംഗ്ലൂര്, പല ദിക്കിലും ഞാൻ മാസ്റ്റർ പ്രോഗ്രാംസ് പാടിയിട്ടുണ്ട്, സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. അതിനുശേഷം മാഷ് ട്രാക്ക് പാടാൻ മറ്റേ ട്രാക്കല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ട് ശരിക്കും ഇങ്ങനെ ജസ്റ്റ് പോയി എന്ന് പറയാം. മറ്റേ അത് എന്താ പറയാ, ഇവിടെ തൃശ്ശൂർ റെക്കോർഡിങ് നടന്നിരുന്നു, മറ്റേ മഴ എന്ന് പറയുന്ന സിനിമയിലെ പാട്ട്. അപ്പോൾ അതിലത്തെ മറ്റേ ആഷാഢം പാടുമ്പോൾ എന്നുള്ളൊരു പാട്ട് ഞാനാണ് അത് പാടിയത്, അത് ട്രാക്ക് പാടിയത്. പക്ഷെ മാഷ് ഉദ്ദേശിച്ചത് എന്നെ കൊണ്ട് പാടിക്കാനായിരുന്നു. അതെല്ലാം പാടി എല്ലാം റെഡിയാക്കി. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് മൊമെന്റിൽ പ്രൊഡ്യൂസേഴ്സ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് മാറിപ്പോയി. അപ്പം അങ്ങനെയൊക്കെയുള്ള അപ്പോൾ മാഷുമായിട്ട് നല്ല അടുപ്പായിരുന്നു. അപ്പോൾ എന്താ ചോദിച്ചിരുന്നു, മാഷിന്റെ പാട്ടുകളിലെ ഇഷ്ടമുള്ള പാട്ടുകൾ ഏതൊക്കെയാണ്? മാഷിന്റെ പാട്ടുകളുടെ ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാടുണ്ട്. എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന നിറങ്ങളെ എന്നുള്ള പാട്ട്, പിന്നെ എന്തിനു വേറൊരു സൂര്യോദയം. നിറങ്ങളെ പാടുവോ? നിറങ്ങളെ പാടൂ, നിറങ്ങളെ പാടൂ, കളമിതിലെഴുതിയ ദിവ്യാനുരാഗ സ്വരമയലഹരി തൻ ലയഭരവാസന്ത നിറങ്ങളെ പാടൂ. എന്തൊരു പാട്ടല്ലേ. അതെന്തോ ഒരു മാഷ് ഏതോ റേഡിയോയില് ഏതോ വേറെ ഭാഷയിലൊരു പാകിസ്ഥാനെന്നോ എന്തോ സാധനം കേട്ടിട്ട് അതൊന്ന് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്ന മാഷ് പറഞ്ഞു പാട്ട്. മാഷ് ഇങ്ങനെ പാട്ടിനെ കുറിച്ചൊക്കെ സംസാരിക്കല്ലോ. പിന്നെന്താ, പറയാറുണ്ട്. അപ്പൊ ഈ ചില പാട്ടുകൾ ഇപ്പൊ ദാസേട്ടനോടും ഞാൻ ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, ഈ പാട്ടില്ലേ നമ്മുടെ രാമകഥ എന്നുള്ള പാട്ട്, അത് എടുത്ത് രാത്രിയൊക്കെ അത്ര കട്ട് ചെയ്തിട്ടൊക്കെ രാത്രി എന്താ പറയാ മാഷ് വിളിച്ചിട്ട് പോയി അങ്ങനെ പാടി എന്നൊക്കെയാണ് ദാസേട്ടൻ പറഞ്ഞത്. ദാസേട്ടനും നല്ല സംസാരിക്കാറുണ്ട്. ഞങ്ങള് സമം എന്ന് പറഞ്ഞ ഞങ്ങളുടെ സംഘടനയുടെ ഞങ്ങളുടെ ചെയർമാനാണ് ദാസ് സാറ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു ഈ കളിപ്പാട്ടം പോലെ അങ്ങനെ പിന്നെ പരിചയമുണ്ട്. പിന്നെ കാണുന്ന സമയത്തൊക്കെ കൂടെ കുറെ പ്രോഗ്രാംസ് ചെയ്തിട്ടുമുണ്ട്. ജയചന്ദ്രനായിട്ടോ? പിന്നെ ഇവിടെ തൃശ്ശൂർ സ്വന്തം ചേട്ടനായിരുന്നില്ല. ഭയങ്കര ഒരു വിഷമമായി അത്. എനിക്ക് ആ സമയത്ത് ഞാൻ ഉണ്ടായില്ല. ആ സമയത്ത് ഞാൻ ബോംബെയിലായിരുന്നു, മോളുടെ അടുത്ത് പോയിരിക്കായിരുന്നു. അപ്പൊ ചേട്ടൻ പോയ ദിവസമാണ് വൈകുന്നേരം അവിടെ എത്തിയപ്പോഴാണ് ചേട്ടൻ മരിക്കുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ മുഹമ്മദ് റഫിയുടെ വീട്ടിൽ പോയി. അങ്ങനെയല്ല, അപ്പൊ അത് അങ്ങനെ റഫി സാബിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ആള് റഫി സാബായിരുന്നു. അങ്ങനെ ഞാൻ റഫി സാബിന്റെ റഫി മാൻഷനിൽ പോയി ഞാൻ ഈ കാര്യം പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു റഫി സാബിന്റെ ഏറ്റവും വലിയൊരു ആരാധകൻ എന്താ മരിച്ചു എന്ന്. റഫി സാബിന്റെ മകളുടെ ഭർത്താവിനോട്, അദ്ദേഹമാണ് അതിന്റെ ഒരു ക്യൂറേറ്റർ അവിടെ, ഇത് ഈ എന്താ പറയുക മാൻഷൻ അവിടെ റഫി സാബിന്റെ ഒരുപാട് റെക്കോർഡ്സും അവാർഡ്സും അതൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചു തന്നു കേട്ടോ ആള്. അപ്പൊ ഈ കാര്യം ഞാൻ പറഞ്ഞു. ഇതേപോലെ തന്നെ ജയചന്ദ്രൻ, യേശുദാസ് എന്നൊക്കെ പറയുന്ന പോലെ ലെജൻസ് ആണല്ലോ റഫി സാബും മുകേഷും ഒക്കെ ഉള്ള, കിഷോർ കുമാറും ഒക്കെ. ഹിന്ദി പാട്ടുകൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം മാത്രല്ല അറിയും കൂടെ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. റഫി സാബിന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? റഫി സാബിന്റെ ഞാൻ കുറെ പാടിയിട്ടുള്ള പാട്ടാണ് തേരി ആംഖോ കെ സിവ എന്നുള്ള പാട്ടില്. പിന്നെ ആ പാടാം. തേരി ആംഖോ കെ സിവാ ദുനിയാ മേ रखा क्या है ये उठे सुबह चले
ये झुके शाम ढले, मेरा जीना मेरा मरना इन्हीं पलकों के तले, तेरी आँखों के सिवा दुनिया में रखा क्या है. പിന്നെയോ? പിന്നെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പാട്ടുണ്ട്. പിന്നെ ഭഗവാൻ എന്നുള്ള പാട്ട് പിന്നെ കുറെ പാടിയിട്ടുള്ളതാണ്, കുറെ പാടിയിട്ടുണ്ട്. പിന്നെ പാട്ട് ഇത് എന്താണ്, യാദ് ന ജായേ ബീത്തെ ദിനോ കി जाके नहाए जो दिन, दिल क्यों बुलाए उन्हें, दिल क्यों बुलाए. ഈ പാട്ട് എന്ത് തരത്തിലുള്ള പാട്ടുകളാണ് ഇഷ്ടം? മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണോ ഇഷ്ടം? ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടുകളാണോ? മെലഡി നാച്ചുറലി അങ്ങനെയുള്ള ഫാസ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പാട്ടിൽ പാടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ ഏത് പാട്ടുകാരനോട് ചോദിച്ചു കഴിഞ്ഞാലും മെലഡി തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. ആദ്യം നമ്മളിപ്പോ ഇഷ്ടപ്പെടുന്ന മെലഡി തന്നെ ആയിരിക്കും. ഫാസ്റ്റ് നമ്മൾ പാടുന്നു മാത്രം, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളെ ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് എപ്പോഴും മെലഡിയോട് തന്നെ ആയിരിക്കും. ആരും ഒരാൾ എനിക്ക് ഫാസ്റ്റ് ആണ് പറയില്ല. ഈ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച ആളുകൾക്ക് സിനിമ സംഗീതം പാടുകയൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ അതത്ര സംഗീതത്തിന്റെ എല്ലാ സംഗതികളെയും സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു സംഗതി അല്ല സിനിമ. അങ്ങനെ ഉണ്ടോ സിനിമ സംഗീതത്തിൽ? ഉണ്ടായിരുന്നു അങ്ങനെ. എനിക്ക് തോന്നുന്നു ഒരു പണ്ടത്തെ ഒരു എന്താ പറയാ, പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ക്ലാസിക്കൽ പഠിച്ച ആൾക്ക്. പിന്നെ അതൊക്കെ മാറ്റി അതൊക്കെ എന്താ പറയാ ഇടിച്ചെഴുതി. ഇപ്പൊ റഹ്മാന്റെ ഉണ്ണികൃഷ്ണൻ പാടിയത് എന്നവളെ എന്നുള്ള പാട്ട്, അതിന് ഫസ്റ്റ് പാട്ട് പാടിയത് നാഷണൽ അവാർഡ് കിട്ടി. അപ്പൊ ഉണ്ണികൃഷ്ണൻ ഒരു ടിപ്പിക്കലി ക്ലാസിക്കൽ സിംഗറാണ്. ഉണ്ണികൃഷ്ണന്റെ രീതി ആ ക്ലാസിക്കൽ പാടുന്ന പോലെ തന്നെയാണ് എന്നവളെ പാടിയത്. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ പാടാൻ പാടില്ല, ഇങ്ങനെ പാടാൻ പാടുള്ളൂ, അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ സിദ് ശ്രീറാം പാടുന്നുണ്ട്. ആളുടെ ക്ലാസിക്കൽ എങ്ങനെയാണോ ആ സ്റ്റൈലിലാണ് എന്താ പറയുക സിനിമ പാട്ടുകളും പാടുന്നത്. അപ്പൊ ആ ഒരു എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചിന്താഗതി പണ്ടുണ്ടായിരുന്നു. ഇവർക്ക് മറ്റേ ഒരു ക്ലാസിക്കൽ പാടുന്നവരിത് പാടിയാൽ ശരിയാവില്ല, അങ്ങനെയൊക്കെ അതൊക്കെ പോയി. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലാസിക്കൽ പാടുന്നവരൊക്കെ ഇഷ്ടം പോലെ അവരുടെ എന്താണോ ക്ലാസിക്കൽ പാടുന്ന ശൈലി, ആ ശൈലി നിന്നുകൊണ്ട് തന്നെ അവരുടെ ഒരു ശൈലി മാറ്റത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ആ ശൈലിയിൽ തന്നെ അവർ സിനിമാ പാട്ടുകളും പാടുന്നുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനല് ഉണ്ടല്ലോ സ്വന്തമായിട്ട്, പ്രദീപ് സോമസുന്ദരം ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട്. അത് അത്ര വലിയ ഞാൻ ശ്രദ്ധിക്കണമെന്നില്ല, അങ്ങനെ അവിടെ ഉണ്ടെന്ന് മാത്രം. ഇനി കുറച്ചുകൂടി ഇതൊക്കെ എന്താ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ റിട്ടയർ ആവാറായി. ഓ ശരി. അപ്പൊ അതൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാം, കുറെ കൂടി. ഇലക്ട്രോണിക്സ് ആണല്ലോ മേഖല, ഇതിൽ വരുന്ന ഇന്നോവേഷൻസ് ഉണ്ടല്ലോ, അത് ഞാൻ മ്യൂസിക്കും കൂടെ ചേർത്ത് വെച്ചിട്ട് ചോദിക്കുകയാണ്. ഈ എഞ്ചിനീയേഴ്സിന് അല്ലാത്ത ഗായകരെ സംബന്ധിച്ച് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ടൂൾ എന്നുള്ള രീതിയിൽ മാത്രമാണല്ലോ മനസ്സിലാക്കുക. നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ലല്ലോ മനസ്സിലാക്കുക. ഇതിന് വരുന്ന ഡിഫറൻസ് ഒക്കെ അത് തമ്മിലുള്ളൊരു ബന്ധം എന്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്? അല്ല, അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഇലക്ട്രോണിക്സ് പഠിച്ച ഒരാളായതുകൊണ്ട് ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ഹോം സ്റ്റുഡിയോ ചെയ്തത് ഞാനാണ്. കാരണം ഞാൻ കമ്പ്യൂട്ടേഴ്സ് വന്നു തുടങ്ങിയ കാലത്ത് ഞാൻ കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഒരു സൗണ്ട് കാർഡ് ഞാൻ അമേരിക്കയിൽ നിന്ന് എന്റെ ബ്രദർ കൊണ്ടുവന്ന്, അങ്ങനെ ആ സൗണ്ട് കാർഡിലാണ് ഞാൻ റെക്കോർഡിംഗ് തുടങ്ങിയത് വീട്ടില്. അന്ന് ഇവിടെ ചേതന സ്റ്റുഡിയോ ഒക്കെ തുടങ്ങിയ ജസ്റ്റ് അവിടെ. അപ്പൊ ഈ അതൊക്കെ ഒരു വലിയ കാര്യമായിരുന്നു. പലരും ഇവിടെ വന്നിട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ട് എങ്ങനെയാ ചെയ്യണേ. അന്ന് ജസ്റ്റ് കമ്പ്യൂട്ടറുകൾ വന്നിട്ടേ ഉള്ളൂ. അന്ന് മറ്റേ വിൻഡോസ് മുതലൊക്കെ, വിൻഡോസിൽ മാക്കൊന്നുമില്ല, വിൻഡോസിലാണ് ചെയ്തത്. അങ്ങനെ ഞാൻ കുറെ പാട്ടുകൾ വീട്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ചില ഓൾ ഇന്ത്യ റേഡിയോന്റെ മറ്റേ ദൂരദർശന്റെ പാട്ടുകളൊക്കെ കുറച്ച് വീട്ടിലും കുറച്ച് അവിടെയൊക്കെ ആയിട്ട് റെക്കോർഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് പഠിക്കാൻ എന്താ കാര്യം? എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാൻ എന്താ വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മാവന്മാര് ഒരാൾ 1-2 പേര് ഇലക്ട്രോണിക്സ്, റേഡിയോ തുറക്കുക, റിപ്പയർ ചെയ്യുക, അങ്ങനത്തെ. അപ്പോൾ ഇതൊക്കെ കുറെ കണ്ടപ്പോൾ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായി. പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എങ്ങനെ റേഡിയോ അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ആര് അല്ലല്ല, ഒരു ആവറേജ്, അല്ലാണ്ട് ഭയങ്കര പഠിപ്പിച്ചൊന്നും ആയിരുന്നില്ല. അങ്ങനെ റേഡിയോ കേടുവരുത്തുക, നല്ല സാധനം കേടുവരുത്തി അത് തിരിച്ചു വെക്കാൻ പറ്റാത്ത ലെവലിലാക്കുക, അങ്ങനെ കുറെ ടേപ്പ് റെക്കോർഡുകൾ നാശാക്കിയിട്ടുണ്ട്. അച്ഛൻ കൊണ്ടുവന്ന കുറെ സാധനങ്ങൾ അതുപോലെ കേടുവരുത്തിയിട്ടുണ്ട്. വെച്ചാൽ എല്ലാം അഴിച്ച് ഊരി വയ്ക്കും, പിന്നെ തിരിച്ച് വെക്കുമ്പോൾ കുറെ സ്ക്രൂവും അതൊക്കെ ബാക്കി വരും. അങ്ങനെ പഠിച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞ് പിന്നെ റേഡിയോ ഉണ്ടാക്കി, റേഡിയോ സ്റ്റേഷൻ, മറ്റൊരു റേഡിയോ ട്രാൻസ്മീറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഒരു ഓക്കെ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. ഓക്കെ എന്താ പറയുക, റേഡിയോ റിപ്പയർ ചെയ്യുന്ന സ്ഥലം അതല്ല, പഠിപ്പിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി ഞാൻ ചോദിച്ചിട്ടുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അതാ മറ്റേ മുനിസിപ്പൽ സ്റ്റാൻഡ് മുകളിലോ ഒരു ടോണി മാഷോ അങ്ങനെ എന്തോ ഒരാളായിരുന്നു. അത് കഴിഞ്ഞാൽ കുറേ കാലം അങ്ങനെയൊക്കെ പോയി ഒരു രസത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് പിന്നെ ഇലക്ട്രോണിക്സ് പഠിക്കണം എന്ന് കഴിഞ്ഞിട്ട് BSc കഴിഞ്ഞിട്ട് ഫിസിക്സ് ആയിരുന്നു. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണല്ലോ ഇലക്ട്രോണിക്സ്, അങ്ങനെ പഠിക്കാൻ പോയതാണ്. പിന്നെ അതിൻ്റെ ഗുണം ഞാൻ എൻ്റെ കോളേജിൽ ഒരു കോഴ്സ് തുടങ്ങി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഓഡിയോ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട്. കേരളത്തിൽ വേറെ എവിടെയും ഗവൺമെൻറ് തലത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ IHRDയിൽ ആദ്യമായിട്ടത് കുറച്ച് കാലം ഒരു 10 വർഷം അത് നല്ല രീതിയിൽ പോയി. അവിടെ കുറേ പേര് പാസ് ഔട്ടായി. അവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഓഡിയോ എഞ്ചിനീയറിംഗ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് അവർ പലരും സിനിമ ഫീൽഡിലും അവിടെ പോയി. എൻ്റെ കുറേ സ്റ്റുഡൻസ് ഈ ഞാൻ പാട്ടും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ ഇൻസ്പയർ ആയിട്ടുള്ള, ഞാൻ ഓഡിയോ എഞ്ചിനീയറിനെ പഠിപ്പിച്ചിരുന്നത്. ഞാൻ മറ്റേ കോളേജിൽ റെക്കോർഡിങ്ങും അല്ലെങ്കിൽ അതിന്റെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ച് അവർ ഇൻസ്പയർ ആയിട്ട് കുറെ പേര് ഓഡിയോ എഞ്ചിനീയേഴ്സ് ആയ ആൾക്കാർ. എൻ്റെ സ്റ്റുഡൻസ് വളരെ ബോളിവുഡിലും മലയാളം അരുൺ രാമവർമ്മ തമ്പുരാൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ആളെ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പുതുപ്പള്ളിയിലെ ഫസ്റ്റ് ആ ബാച്ചാണ്. അങ്ങനെ കുറെ പേരുണ്ട്. ഈ തൃശ്ശൂര് ഇതേപോലെ കുറെ മ്യൂസീഷ്യൻസ് ഉണ്ട്. പുറത്തേക്ക് അങ്ങനെ ആ രീതിയിൽ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, മ്യൂസിക് ഡയറക്ടേഴ്സ്, അങ്ങനെ കുറേ ആൾക്കാരില്ലേ. ഈ നാട് എത്രത്തോളം മ്യൂസിക്കിൽ നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്? എന്നെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്ത, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരുന്നു ഫിലിപ്പ്. പെട്ടെന്ന് പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞങ്ങൾ വളരെ ക്ലോസ് ആയിരുന്നു. ഫിലിപ്പ് എൻ്റെ സീനിയർ ആയിരുന്നെങ്കിലും മ്യൂസിക്കിനെ കുറിച്ച്, മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു ടോട്ടൽ മ്യൂസീഷ്യനായിരുന്നു ആള്. കൈകാര്യം ചെയ്യാത്ത ഇൻസ്ട്രുമെൻറ്റുകളില്ല. ആള് ബേസിക്കലി എന്താ പറയുക, തബല പ്ലെയർ ആയിരുന്നു. തബല പിന്നെയാണ് പഠിച്ചത്. അത് അവിടെ പോയിട്ട് ഫയാസ് ഖാൻ്റെ അടുത്ത് ഡൽഹി ഘരാനയിലെ ഫയാസ് ഖാൻ്റെ അടുത്ത് പഠിച്ചതാണ്. പിന്നെ ആൾ ഗസൽ പാടും, ഹാർമോണിയം വായിക്കും, പിന്നെ ട്രിപ്പിൾ ഡ്രം പ്ലേ ചെയ്യും. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഗിറ്റാർ വായിക്കും, നന്നായി കമ്പോസ് ചെയ്യും, ഗസൽ പാടും. അപ്പോൾ ഒരു ടോട്ടൽ മ്യൂസീഷ്യനായിരുന്നു. അപ്പോൾ ഫിലിപ്പ്, പിന്നെ ഗായത്രി, പിന്നെ ശോഭ, നമ്മുടെ അപർണയുടെ അമ്മ, പിന്നെ ശോഭയുടെ ഹസ്ബൻഡ് അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാംസിലും ഗാനമേളയിലും ഒക്കെ അങ്ങനെ കത്തി നിന്നിരുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ KK പോൾ എന്ന് വെച്ചാൽ നമ്മുടെ അൽഫോൻസിൻ്റെ വലിയ ചെറിയച്ഛൻ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര്, വളരെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട്, പോളി എൻ്റെ വളരെ, ഞങ്ങളൊരേ കേരളോർമയിൽ പഠിച്ചവരാണ്. അങ്ങനെ കുറേ പ്രോഗ്രാംസിൽ, കുറേ ഒന്നുമില്ല, ആയിരക്കണക്കിന് പരിപാടികളിൽ പോളിയും ഞങ്ങളും ഞാൻ കൂടി ചെയ്തിട്ടുണ്ട്. ട്രാൻസ് ഓർക്കസ്ട്രയിൽ ചോയ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നീലാംബരി ഒക്കെ ആണ്. അപ്പം അന്ന് മുതലേ ഒരു 80s കാലഘട്ടത്തിൽ മുതൽ തൃശ്ശൂരുള്ള കലാകാരന്മാരുമായിട്ട് ഒരുവിധം എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. അവരൊക്കെ ആയിട്ട്, പിന്നെ ഞാൻ എൻ്റെ സംഘടനയിലൊക്കെ മെമ്പറാണ്. സ്വരത്തിലും അതിലൊക്കെ ഉണ്ട്. എനിക്ക് പ്രിയപ്പെട്ടൊരു പാട്ടുണ്ട്. ആ പാട്ട് പാടിച്ച ആൾ പോയി, ബാലഭാസ്കർ. ആ ഒരു കണക്ഷൻ ഒരു വല്ലാത്ത കണക്ഷൻ ആയിരുന്നു. കാരണം ആൽബത്തിലെ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈസ്റ്റ് കോസ്റ്റിൻ്റെ പ്രോഗ്രാംസിൽ ഞാൻ മറ്റേ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ സ്റ്റേജ് ഷോ ഉണ്ടായിരുന്നു, കിലുക്കെന്ന് പറഞ്ഞിട്ട്. അവിടെ വെച്ചിട്ടാണ് ബാലഭാസ്കറിനെ പരിചയപ്പെടുന്നത്. അന്ന് ബാലഭാസ്കർ ഇങ്ങനെ ഒരു തമാശയൊക്കെ കളിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടന്നൊരു പയ്യൻ, അങ്ങനെയായിരുന്നു. വയലിൻ വായിക്കും. പിന്നെ ആ സമയത്ത് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് പറഞ്ഞു നമുക്കൊരു ആൽബം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബാലഭാസ്കറിനെ ഇങ്ങനെ നിർബന്ധിച്ച്, പുള്ളിക്കാണെങ്കിൽ ഒരു താല്പര്യമില്ല അങ്ങനെ കമ്പോസ് ചെയ്യണം എന്നൊന്നും. പക്ഷേ ഈ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ നിർബന്ധപ്രകാരം ബാലു അന്ന് ഈ കമ്പോസ് ചെയ്ത ഫസ്റ്റ് ആൽബമാണ് നിനക്കായി എന്ന് പറയുന്നത്. ആ നിനക്കായി ഭയങ്കര ഹിറ്റായി. പക്ഷെ അത് ഇറങ്ങിയ സമയത്ത് അങ്ങനെ ഹിറ്റ്, പിന്നെ പതുക്കെയാണ് അത് ഹിറ്റായത്. അപ്പോൾ അതിലത്തെ ഒരു നല്ല, ഏറ്റവും നല്ല പരിപാടി, അതെ, വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്സ് അതിൽ. അത് ആ പാട്ട് ഇന്നും ഞാൻ എവിടെ പോയാലും പാടി കഴിഞ്ഞ ആൾക്കാർക്ക് അറിയാം. കാരണം ആ ആൽബംസ് അന്നത്തെ കാലത്ത് ഇറങ്ങിയ ഈ നിനക്കായി, ആദ്യമായി, അതിലൊക്കെ ഓർമ്മയ്ക്കായി, അതിലൊക്കെ ഓർമ്മയ്ക്കായി പാടിയിട്ടില്ല, നിനക്കായി ആദ്യമായി ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ എന്നുള്ള പാട്ട് അതൊരു വലിയൊരു എന്താ പറയുക, അത് അതിന് വേണ്ടി വിഷ്വലൈസേഷൻ. പിന്നീട് മറ്റേ ഒരു ടെലീസ് ഫിലിം ഉണ്ടായിരുന്നില്ലേ,
ആ പേരിനെ മറന്നുപോയി. സുധീഷൊക്കെ അഭിനയിച്ച അതെ, അതിന്റെ തുടക്കത്തിലായിട്ട് അല്ലേ? അതിന്റെ ടൈറ്റിൽ സോങ് ആയിട്ടാണ് ഈ പാട്ട് ഇട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ട് ബാലുവായിട്ട്. ബാലു പിന്നെ സിനിമയിലും പാടിച്ചിട്ടുണ്ട്. കണ്ണാടിക്കടവത്ത് എന്നുള്ളൊരു സിനിമയിൽ പാടിയിട്ടുണ്ട്. ഏത് പാട്ടായിരുന്നു? സന്ധ്യാരാഗമായി പറയുന്നൊരു പാട്ട്, കൈതപ്രം തിരുമേനി എഴുതിയൊരു പാട്ടാണ്. പിന്നെ ബാലുവിൻ്റെ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ ആൽബത്തിലും ഒക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ഓണപ്പാട്ടുകൾ പാടിയിട്ടുണ്ട്. കാരണം കുറേ പാട്ടുകൾ ബാലുവിന് പാടിയിട്ടുണ്ട്. ബാലു ഒരു വയലിൻ പ്ലെയർ ആയിട്ട് അങ്ങനെ ഷോ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് കുറേ ആൽബംസ് ഇങ്ങനെ ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ബാലു അങ്ങനെ ചെയ്തിട്ടില്ല, ഒരുപാട് ആൽബംസ് ഒന്നും ചെയ്തിട്ടില്ല. ഫുൾ ടൈം പുള്ളി സ്റ്റേജ് പെർഫോമറായി മാറി. അതാണ് വലിയൊരു നഷ്ടമായി പോയി. പിന്നെ അതിന്റെ കേസും സംഭവങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുക. ഇത് പാടാം, ഏതാ? എണ്ണക്കറുപ്പ് പാടാം. എണ്ണക്കറുപ്പിന്നേഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്. എണ്ണക്കറുപ്പിന്നേഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്. മിഴികളിൽ വിടരും പൂവഴക്, മൊഴികളിലോ തേനഴക്. എണ്ണക്കറുപ്പിന്നേഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്. ആദ്യത്തെ നോട്ടത്തിൽ കുസൃതിക്കാരി, പിന്നെ ഞാൻ കേട്ടതോ വാശിക്കാരി. ആദ്യത്തെ നോട്ടത്തിൽ കുസൃതിക്കാരി, പിന്നെ ഞാൻ കേട്ടതോ വാശിക്കാരി. നേരിട്ടു കണ്ടപ്പോൾ കുറുമ്പുകാരി, അടുത്തു ഞാൻ അറിഞ്ഞപ്പോൾ തൊട്ടാവാടി. അഴകേ മിഴിയഴകേ നീ എനിക്കെന്നും നിറ പൗർണമി. എണ്ണക്കറുപ്പിന്നേഴഴക് എൻ്റെ കൺമണിക്കോ നിറയഴക്. മിഴികളിൽ വിടരും പൂവഴക്, മൊഴികളിലോ തേനഴക്.